അങ്ങ് പോയാൽ മതിയായിരുന്നു. റിസർച്ചിന്റെ പരിപാടി നടന്നാൽ ഇങ്ങനെ നിരാശപ്പെടേണ്ടി വരത്തില്ലായിരുന്നു. ഇൻ ദ ഫസ്റ്റ് ഹാഫ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗെറ്റ് കുക്ക്ഡ് ബൈ ബംഗളൂരു FC. ബിരിയാണി ആദ്യ പകുതിയിൽ ബംഗളൂരു ആണ് ഉണ്ടാക്കിയത്. ബ്ലാസ്റ്റേഴ്സിനെ വെച്ച് ഉണ്ടാക്കിയെന്ന് പറയുന്നതായിരിക്കും ശരി. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം നല്ല രീതിയിൽ നിരാശപ്പെടുത്തി. 4 സോളിഡ് മുന്നേറ്റങ്ങൾ ബംഗളൂരിന്റെ ബോക്സിലേക്ക് നടത്തി എന്നല്ലാതെ കാര്യമായിട്ട് എടുത്തു പറയാനൊന്നുമല്ല. പ്രതിരോധത്തിൽ മിലോസും പ്രീതവും നല്ല ഒത്തിണക്കം കാണിച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നത് വളരെ നല്ല കാര്യമാണ്. കളി തുടക്കത്തിൽ തന്നെ സോംകുമാർ വർമ്മ പരിക്കേറ്റ് പുറത്തേക്ക് പോയത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി. പിന്നെ മത്സരത്തിലെ സ്റ്റാറ്റും കാര്യങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ അബ്സല്യൂട്ട് ഡോമിനേഷൻ ബംഗളൂരു FCക്കുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ബോൾ പൊസിഷൻ വെറും 30% താഴ്ന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏറ്റവും കൂടുതൽ ഫൗൾ കമ്മിറ്റ് ചെയ്തത് ബ്ലാസ്റ്റേഴ്സ് ആണ്. ആ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് നല്ല സംഭവമുണ്ട്. ബാക്കി എല്ലാ കാര്യത്തിലും കളിയുടെ സമസ്ത മേഖലകളിലും ബംഗളൂരു FC ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. കോർണറുകൾ കൂടുതൽ വിൻ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് പറ്റി എന്നല്ലാതെ കാര്യമായിട്ടൊന്നും പറയാനില്ല. സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ 64% ബോൾ പൊസിഷൻ ബംഗളൂരുവിന്, ബ്ലാസ്റ്റേഴ്സിന് വെറും 36%. 6 ഷോട്ടുകൾ ബംഗളൂരു കളിച്ചപ്പം ബ്ലാസ്റ്റേഴ്സിന് എടുക്കാൻ കഴിഞ്ഞത് 5 എണ്ണം. അതിനകത്ത് 1 എണ്ണം ബംഗളൂരിന്റെ ഓൺ ടാർജറ്റും ബ്ലാസ്റ്റേഴ്സിന്റെ 2 എണ്ണം ഓൺ ടാർജറ്റും. ഫൗളുകൾ ബ്ലാസ്റ്റേഴ്സ് 8 എണ്ണം കമ്മിറ്റ് ചെയ്തപ്പോൾ ബംഗളൂരു 3 എണ്ണം മാത്രമേ കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. കോർണറുകൾ 2 ടീമുകളും 2 എണ്ണം വീതം വിൻ ചെയ്തു. ഓഫ് സൈഡ് ട്രാപ്പിൽ ഒരു തവണ ബംഗളൂരു പെട്ടുപോയി. ബ്ലാസ്റ്റേഴ്സ് പെട്ടിട്ടില്ല. പിന്നെ യെല്ലോ കാർഡ് 2 ടീമിനും ഓരോ വട്ടം വീതം കിട്ടി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പിന്നെ ബാക്കി സ്റ്റാറ്റ് എടുത്ത് നോക്കാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാസുകൾ കംപ്ലീറ്റ് ചെയ്തത് ബംഗളൂരു FC ആണ്. 242 പാസുകൾ ബംഗളൂരു കംപ്ലീറ്റ് ചെയ്തപ്പം ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് കഴിഞ്ഞത് വെറും 65 പാസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. 81% പാസിംഗ് ആക്യുറസി ബംഗളൂരുവിനുള്ളപ്പം ബ്ലാസ്റ്റേഴ്സിന് വെറും 54%. പിന്നെ ചാൻസ് 2 ടീമുകളും 4 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പിന്നെ സക്സസ്ഫുൾ ടാക്കിളുകളുടെ കാര്യത്തിലും ബംഗളൂരിന്റെ മേധാവിത്വമാണ്. 6 തവണ അവർ മികച്ച രീതിയിൽ ടാക്കിളുകൾ നടത്തിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന് 4 എണ്ണം മാത്രമാണ് നടത്താൻ കഴിഞ്ഞത്. ബ്ലാസ്റ്റേഴ്സിന് 4 ഇന്റർസെപ്ഷൻ നടത്താൻ കഴിഞ്ഞു. ബംഗളൂരുവിന് 2 ഇന്റർസെപ്ഷൻ മാത്രമേ നടത്താൻ കഴിഞ്ഞുള്ളൂ. പിന്നെ ജീക്സൺ സിംഗ് തനോജം പോയ മധ്യനിരയിൽ വേറെ പ്രശ്നമൊന്നുമല്ല. നമുക്ക് മധ്യനിരയിൽ അടാർ ഐറ്റങ്ങൾ ഉണ്ട് എന്നൊക്കെ കുറെ അമ്മമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറയുന്നതാണ്, ജീക്സന്റെ അഭാവം ബ്ലാസ്റ്റേഴ്സിനെ വളരെ നല്ല രീതിയിൽ ബാധിക്കും. മറ്റുള്ളവരെ കൊണ്ട് അത് മറികടക്കാൻ പറ്റുമോ എന്ന് അറിയില്ല എന്ന്. അത് നല്ല രീതിയിൽ തന്നെ മധ്യനിരയിൽ ബ്ലാസ്റ്റേഴ്സ് അബ്സല്യൂട്ട്ലി ക്ലൂലെസ്, നിലാവത്തഴിച്ചു വിട്ട കോഴിയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ലൂണയിൽ നിന്ന് പോലും ഒരു ഡയറക്ഷൻ ഇല്ലാത്ത പ്രവൃത്തി കാണേണ്ടി വരുന്നു എന്നുള്ളത് നിരാശപ്പെടുന്ന സംഗതിയാണ്. കെട്ടിക്കടക്കുവാണ് നല്ല മാസ് ഡയലോഗുകളും ഇമേജുകളും. ബിരിയാണി കുറെ ഇന്ന് വേവ് എന്നാണ് തോന്നുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ നെഞ്ചത്തോട്ട്.